മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രത്തിന്റെ 25ാം വാർഷികാഘോഷം ചാലക്കുടിയിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം ഉദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ശിവരാജൻ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ MG ബാബു, മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോയ് കൈതാരത്ത്, ട്രഷറർ VK കാസിം, പ്രൊഫസർ KB വേണുഗോപാൽ, രുക്മിണി ശശികുമാർ എന്നിവർ സംസാരിച്ചു. ഇതോടനുബന്ധിച്ച് മനുഷ്യാവകാശ സംരക്ഷണത്തിൽ വിവരാവകാശ നിയമത്തിന്റെ പ്രയോഗ സാധ്യതകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന സെമിനാറിൽ അഡ്വക്കേറ്റ് DB ബിനു, ജോസഫ് C മാത്യു, അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം P മോഹനദാസ്, അഡ്വക്കേറ്റ് R മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. പ്രൊഫസർ KB വേണുഗോപാൽ മോഡറേറ്ററായിരുന്നു. രാഷ്ട്രം നൽകിയിട്ടുള്ള ഒരു ആയുധമാണ്. അത് നമ്മൾ എത്ര ശക്തമായി ഉപയോഗിക്കുന്നുവോ, എത്ര ആഴത്തിൽ ഉപയോഗിക്കുന്നുവോ അത്രയും കൂടുതൽ നമ്മുടെ നാടിൻ്റെ ശ്രേയസ്സും അഭിവൃദ്ധിയും പൗരബോധമുള്ള മനുഷ്യരാണ് നമ്മളെന്ന് അടയാളപ്പെടുത്തലും. ഹിരണ്മയേന വാർത്തേന സത്യസ്യ അഭിഹിതം മുഖം. സത്യത്തിന്റെ മുഖം സ്വർണ്ണപാത്രം കൊണ്ട് മൂടിയിരിക്കുന്ന ചിരന്തന സത്യത്തിന്റെ കാര്യമാണ്. സായിരായ സത്യത്തിന്റെ കാര്യം നമ്മൾ പറയുന്നത് വസ്തുതകളുടെ കാര്യമാണ്. നമ്മുടെ ചുറ്റും നടക്കെ വിവരമില്ലാത്തവനാണ് മാറ്റുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ഞാൻ ഇന്നലെ തന്നെ ഇവിടെ എത്തി. വളരെ കാലികമായൊരു വിഷയം, വളരെ ആത്മാർത്ഥമായ സംഘടനയിലൂടെ നിങ്ങൾ നടത്തുന്നു എന്നത് കാണുന്നതിന് ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നതിന് കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. വിവരാവകാശ നിയമത്തിന് സത്യത്തിൽ 20 എന്നതുകൂടി ടീനേജേഴ്സിലേക്ക് കൂട്ടാമെങ്കിൽ ഇന്ത്യൻ വിവരാവകാശ നിയമം അതിൻ്റെ കൗമാരം കടന്നിട്ടില്ല എന്ന് പറയാം. എന്നാൽ നിങ്ങളുടെ ഈ സംഘടന മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം 25ന്റെ നിറഞ്ഞ യൗവനത്തിൽ നിൽക്കുന്ന സമയമാണ്. അഥവാ എൻ്റെ നിയമം, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന നിയമം നമ്മുടെ നാട്ടിൽ ഉദയം കൊള്ളുന്നതിന് മുമ്പ് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുള്ള, ചരിത്രത്തിന് മാറ്റുകൂട്ടുന്ന ഒരുപാട് സംഭവ വികാസങ്ങളിലൂടെ, ഒരുപാട് നിയമ പോരാട്ടങ്ങളിലൂടെ സ്വന്തം അസ്തിത്വം അടയാളപ്പെടുത്തിയ സംഘടന എന്ന നിലക്ക് സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെയും അതിൻ്റെ അഭിപ്രായങ്ങളെയും എന്നെ പോലെയുള്ള കേന്ദ്രങ്ങൾ, കോടതികൾ ഒക്കെ വളരെ സാധുതം ശ്രദ്ധിക്കുന്നതാണ്. അത് അധികാരത്തിന്റെ അരമന കെട്ടുകയില്ല. അധികാരവും അഴിമതിയും കൈകോർത്ത് പോകുന്നത് ചരിത്രത്തിൽ എപ്പോഴും നമ്മൾ കാണും. ആ ചങ്ങലയെ, ആ കോർത്തു പിടിച്ച വിരലുകളെ, കൈകളെ അകറ്റി മാറ്റാൻ, അഴിച്ചു മാറ്റാൻ, അറുത്തു മാറ്റാൻ 25 വർഷമായി പോരാട്ടം നടത്തുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ അതിൻ്റെ കൂടുതൽ കഥകൾ ഞാൻ വിവരിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വിവരാവകാശ നിയമം അധികാരത്തിന്റെ അരമനക്കെട്ടുകളിലേക്ക് തെളിച്ചു വെച്ച ഹൈമാസ്റ്റ് ലൈറ്റുകളാണ്. അവിടെ രാത്രിയുടെ മറവിൽ അല്ലെങ്കിൽ പകലിന്റെ തെളിച്ചത്തിൽ പൗരൻ അറിയേണ്ടുന്നത് അടച്ചു വെക്കുന്നുണ്ടോ എന്ന് നോക്കുവാൻ, അവിടേക്ക് പ്രകാശം പരത്തുവാൻ സ്ഥാപിക്കപ്പെട്ട വിപ്ലവാത്മകമായ നിയമമാണ് ഇന്ത്യൻ വിവരാവകാശ നിയമം. വിവരാവകാശ നിയമവും വിവരാവകാശ പ്രവർത്തകരും വളർന്നു വന്നിട്ടുണ്ട്. വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് കടന്ന് സംസാരിക്കുവാൻ ആദരണീയനായ അഡ്വക്കേറ്റ് DB ബിനുവിനോടൊപ്പം ഞാൻ അതിലേക്ക് കടക്കുന്നു. വിവരാവകാശ നിയമത്തെ കൂട്ടിലടക്കുവാനുള്ള ശ്രമം ഇന്ന് പല ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്ന് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ മനസ്സിലാക്കും. ഈ നിയമത്തെ ദുർബലപ്പെടുത്തുവാൻ,
ഈ നിയമത്തെ ശക്തി കുറയ്ക്കുവാൻ, ഇതിന്റെ പല്ലും നഖവും അരിയുവാൻ, ഇതിന്റെ ചിറകരിൽ വെട്ടിക്കളയുവാൻ മുകളിൽ നിന്നും താഴെ നിന്നും ഒരുപോലെ ശ്രമം നടക്കുന്ന സമയത്താണ് നിങ്ങളെപ്പോലുള്ള പോരാളികൾ എഴുതുന്നത്. ഉദ്യോഗസ്ഥ സമൂഹത്തിന് ജോലിയിൽ കയറുന്നതുവരെ വിവരാവകാശ നിയമത്തോട് വലിയ താല്പര്യം. ജോലിയിൽ കയറുന്നതിന് PSCയിലെ പട്ടിക പരിശോധിക്കുവാൻ, ഒഴിവുകളുടെ എണ്ണം ലഭിക്കുവാൻ, നിയമനത്തിന്റെ കാലാവധി അറിയുവാൻ, റിട്ടയർമെന്റ് ഡേറ്റുകൾ അനുസരിച്ച് ഒഴിവുകൾ വരുന്നതിനെ കുറിച്ച് മനസ്സിലാക്കുവാനൊക്കെ ഉദ്യോഗാർത്ഥികൾക്ക് വിവരാവകാശ നിയമത്തെ വലിയ താല്പര്യമാണ്. ഒരിക്കലും പ്രതികാരത്തിലേക്ക് വന്ന് നിയമനം ലഭിച്ച ആവശ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ 30 ആണ്ട്, മിനിമം ഒരു 30 ആണ്ടിലേക്ക് ഉദ്യോഗസ്ഥർക്ക് വിവരാവകാശ നിയമം അത്ര താല്പര്യപ്പെട്ട കാര്യമല്ല. ഏറെപ്പേർ പിന്നെയും അവരിതിനെ വാരിപ്പുണരുന്നത് റിട്ടയർമെന്റിന് ശേഷമാണ്. വിരമിച്ചാൽ പിറ്റേ ദിവസം മുതൽ തന്റെ DCRG കുറിച്ച് ചോദിക്കുവാൻ, തന്റെ പെൻഷനെ കുറിച്ച് ചോദിക്കുവാൻ, തന്റെ ഇൻഷുറൻസിനെ കുറിച്ച് ചോദിക്കുവാൻ, തനിക്ക് സമയത്ത് കിട്ടാതെ പോയ DA അരിയറിനെ കുറിച്ച് അന്വേഷിക്കുവാൻ, തനിക്ക് പണ്ട് കിട്ടുമായിരുന്ന അന്ന് കിട്ടാതെ പോയിരുന്ന ഗ്രേഡ് പ്രൊമോഷൻ വഴി ലഭിക്കാവുന്ന സമ്പത്തിനെ കുറിച്ച് ചോദിക്കുവാനെല്ലാം അവർക്ക് വിവരാവകാശ നിയമത്തിൽ വലിയ ഇഷ്ടവും വാരിപ്പുണരുകയും. ഒരു നിയമവും ഒരു സുപ്രഭാതത്തിൽ പൊട്ടിവിരിയുന്നതല്ല. ഏത് നിയമവും ഉണ്ടാകുന്നതിന് കാരണമായ ചരിത്രം, പശ്ചാത്തലം എല്ലാ നിയമത്തിനും അവകാശപ്പെട്ടതാണ്. നമ്മുടെ ഭരണഘടനയ്ക്കും ഇതിലെ നിയമങ്ങൾക്കും അത്തരത്തിലൊരു സാമൂഹ്യമായ ചരിത്രമുണ്ട്, നിയമപരമായ ചരിത്രമുണ്ട്. ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ആ നിയമം പഠിക്കുക എന്നുള്ളത് അതിൻ്റെ ആവശ്യമാണ്. വിവരാവകാശ നിയമത്തിനും അത്തരത്തിലൊരു ചരിത്രമുണ്ട്. അതിൻ്റെ സാമൂഹ്യമായ ചരിത്രം നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്തുള്ള എല്ലായിടത്തും നിലനിൽക്കുന്ന ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനത്തിന് കാരണമായത് അഴിമതി തന്നെയാണ്, കറപ്ഷനാണ്. അപ്പോൾ ആ കറപ്ഷൻ എന്ന ഒരു സാമൂഹ്യ യാഥാർത്ഥ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പോലെയുള്ള സുതാര്യതയ്ക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളിൽ ഉണ്ടായത്. അപ്പോൾ ആ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ അത് എത്രമാത്രം ഫലപ്രദമായി ഈ സാമൂഹ്യമായ തിന്മയെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. 2 പതിറ്റാണ്ടുകൾ പൂർത്തിയാകുന്ന ഈ നിയമത്തിന് അതിനൊരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ട സമയവും സമാഗതമായിരുന്നു. പാർട്ടി ഫെഡറേഷൻ. അപ്പൊ ഈ 2 പ്രധാനപ്പെട്ട നിയമങ്ങൾ ആക്ടിവിസ്റ്റുകൾ മാത്രമല്ല സാധാരണ ജനങ്ങളും കമ്പ് പഠിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടെ കൃതജ്ഞത രേഖപ്പെടുത്തിയ ആ സഹോദരി പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. നിരവധി ഇത്തരത്തിലുള്ള സംഘടനകൾ അല്ലെങ്കിൽ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുകയും ആളുകളുടെ നിന്ന് പണം വാങ്ങി, നിക്ഷേപങ്ങൾ വാങ്ങി കടന്നു കളയുകയും ചെയ്യുന്ന അവരുടെ ഒരു വിളഭൂമിയായി നമ്മുടെ സംസ്ഥാനം മാറിയിരിക്കുന്നു. കേരളം ഏറ്റവും എളുപ്പം പറ്റിക്കാൻ കഴിയുന്ന ആളുകളാണ് മലയാളികൾ എന്നതാണ് ഇവരുടെ ഒരു കണ്ടെത്തൽ. ആട് മാറ്റിയം പോലെയുള്ള കാര്യങ്ങൾ അന്ന് നടന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ആളെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യുകയും വളരെ കഷ്ടപ്പെട്ട് അറസ്റ്റ് ചെയ്ത് എറണാകുളത്തെ പോലീസ് ക്ലബിൽ ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ അന്നത്തെ പോലീസ് കമ്മീഷണറായിരുന്ന TP സെൻകുമാർ അദ്ദേഹത്തെ ചോദിച്ചു, നിങ്ങളുടെ ഈ എങ്ങനെയാണ് പ്രവർത്തന രീതിയൊക്കെ ചോദിച്ചു. പറയുന്നത് സാറേ, ഏറ്റവും എളുപ്പം പറ്റിക്കാൻ കഴിയുന്ന ആളുകൾ മലയാളികളാണ്. നമ്മൾ വിചാരിക്കും ഉത്തരേന്ത്യയിലെ രാജസ്ഥാനിലുള്ള നിരക്ഷര കക്ഷികളായ ആളുകളെയാണ് എന്ന് തന്നെ നമുക്ക് തിരി. കാരണം എന്നെ പറ്റിച്ചോളൂ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ അങ്ങോട്ട് ചെന്നു. ഈ പറ്റിക്കപ്പെട്ടയാള് പിന്നീട് ഈ പൈസ മുഴുവൻ പോയാലും അടുത്ത ഏത് സ്ഥാപനമാണ് പറ്റിക്കാൻ തയ്യാറായി വന്നതെന്ന് അന്വേഷിച്ച് അങ്ങോട്ട് ചെന്ന് പൈസ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇത് ഇത്തരത്തിലുള്ള സംവിധാനം നിലനിൽക്കുമ്പോൾ നമ്മൾ എത്രമാത്രം മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് വന്നാലും എത്രമാത്രം ഫലപ്രദമായി കോടതികളിൽ ഇടപെട്ടാലും പറ്റിക്കപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സമൂഹത്തെ ബോധവൽക്കരിക്കാതെ ഇതുകൊണ്ട് യാതൊരു കാര്യമില്ല. 100 കണക്കിന് കേസുകളാണ് കോടതികളിൽ കുടിഞ്ഞുകൂടി കിടക്കുന്നത്. നമുക്കറിയാം, അതിന്റെ പേരുകളൊന്നും ഞാൻ പരാമർശിക്കുന്നില്ല. പല കേസുകളിൽ നമുക്ക് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോഴും നിലനിൽക്കും. അപ്പൊ ഇത് അവസാനിപ്പിക്കണമെങ്കിൽ ഇത് ജനങ്ങളെ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകണം. എത്രമാത്രം ബാങ്കുകളും പോസ്റ്റ് ഓഫീസുകളും ഒക്കെ കുഗ്രാമങ്ങളിൽ പോലും
നമുക്കിവിടെ വീടിനടുത്ത് തന്നെ ഉള്ളപ്പോഴാണ് ഇത്തരത്തിലുള്ള ആളുകൾ പൈസ ഒതുക്കുമ്പോൾ നമ്മൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് കൊടുത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുമായി അവർ നാട് വിടുന്ന ഒരവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇത് പലതും ഈ നിയമമനുസരിച്ച് പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സംഘടനയാണ്, ഒരു ഓർഗനൈസേഷനാണ് പിന്നീട് കോടിക്കണക്കിന് രൂപയുമായി മുങ്ങിപ്പോയത് എന്ന് നമുക്കറിയാം. അപ്പൊ ഇതിനെ സംബന്ധിച്ച് നിയമപരമായ യാതൊരു പരിരക്ഷയുമില്ലാത്ത ഈ സംവിധാനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് പരിശോധിച്ച് അത് റിപ്പോർട്ട് ചെയ്ത് അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട സംവിധാനങ്ങൾ എന്തുകൊണ്ട് നിശബ്ദമായി പോകുന്നു എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അഴിമതിയിലേക്ക് നയിക്കുന്നതാണ്. അപ്പൊ കറപ്ഷൻ എന്നത് തെറ്റാണെങ്കിൽ ആ തെറ്റ് ചെയ്യുന്നവർക്ക് അഴിമതി എന്നതാണ്, അവർ അഴി എണ്ണട്ടെ എന്നാണ് പറയുന്നതെങ്കിൽ അവരെ അഴി എണ്ണിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരെ കൂടി അഴിയെണ്ണിക്കാൻ പര്യാപ്തമായ ശക്തമായ ഒരു നിയമം നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നിട്ട് 20 വർഷം പൂർത്തിയാകും. അതാണ് വിവരാവകാശ നിയമം. ആ നിയമം ഫലപ്രദമായി നമുക്ക് എത്രമാത്രം ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് എന്നുകൂടി പരിശോധിക്കപ്പെടേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. ഹ്യൂമൻ റൈറ്റ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ കറപ്ഷനും ഈ ഹ്യൂമൻ റൈറ്റ്സും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. കറപ്ഷനും ഹാപ്പിനെസ്സും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് അന്താരാഷ്ട്ര സംഘടനകൾ നൽകുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അഴിമതിയെക്കുറിച്ചുള്ള രാജ്യങ്ങളുടെ കണക്കിൽ ഡെൻമാർക്കിനാണ് ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഏറ്റവും കുറഞ്ഞ അഴിമതി ഉള്ളതെങ്കിൽ ആ കണക്കിൽ 96ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 180 രാജ്യങ്ങളിൽ 96ാമത്തെ രാജ്യമാണ് ഈ കറപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് ആകെ അത് കഴിഞ്ഞ് മറ്റു രാജ്യങ്ങളെടുത്ത ഫിൻലാൻഡ്, സിംഗപ്പൂർ, ഡെൻമാർക്ക് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ അഴിമതിയുള്ള രാജ്യം. റെഡ് അലർട്ട് ചെയ്യപ്പെട്ട രാജ്യങ്ങളുടെ ഗണത്തിലാണ് ദൗർഭാഗ്യവശാൽ ബുദ്ധന്റെയും ഗാന്ധിജിയുടെയും ജന്മദേശമായ ഭാരതം നിലനിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ ഒരു വസ്തുതയാണ്. അതേപോലെ തന്നെയാണ് ഹാപ്പി ഇൻഡെക്സിന്റെ കണക്കും ഈ വർഷം പുറത്തുവിട്ടത്. അവിടെയും ഫിൻലാൻഡിനാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഹ്ലാദം അനുഭവിക്കുന്ന രാജ്യം ഫിൻലാൻഡാണ്. അവിടെയും ഇന്ത്യയുടെ രാജ്യം 118ാമത്തെ റാങ്കാണ്. ആകെ ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കുറവ് ഉള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ ബംഗ്ലാദേശ് കൂടി കടന്നു വന്നിട്ടുണ്ട് ഇന്ത്യക്ക് മേലെ. ബാക്കിയുള്ള രാജ്യങ്ങൾ ഇന്ത്യയേക്കാൾ വളരെ മെച്ചപ്പെട്ടതാണ്. അപ്പോൾ അഴിമതിയുള്ള രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആഹ്ലാദം അനുഭവിക്കാത്ത രാജ്യങ്ങൾ ഗണത്തിൽപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. അപ്പോൾ ഈ ഒരു കണക്കുകളെല്ലാം വ്യക്തമാക്കുന്നത് നമുക്ക് നീതി ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ്, പൗരന്മാർക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഭരണഘടനയുടെ ലക്ഷ്യം. ആ നീതി എന്നുള്ളത് സാമൂഹ്യ നീതിയാകാം, രാഷ്ട്രീയ നീതിയാകാം, സാമ്പത്തിക നീതിയാണ്. ആ ജസ്റ്റിസ് എന്ന വാക്ക് അത് ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഭരണഘടനയുടെ എല്ലാം ലക്ഷ്യമെങ്കിലും ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം സാർ, പ്രൊഫസർ എ വേണുഗോപാൽ സാർ, സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ ജോയ് കൈകാര്യം, മനുഷ്യാവകാശ